So welcome back to my YouTube channel. So ഇന്നത്തെ വീഡിയോ ഒരു ബ്യൂട്ടി വീഡിയോ ആണ്. ഓക്കെ, ബ്യൂട്ടി എന്ന് അങ്ങനെ പൂർണ്ണമായി പറയാൻ പറ്റത്തില്ല. ഞാൻ ഒരു വർഷം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് മൂക്കുകുത്തി കുത്തുന്ന വീഡിയോ. സോ അപ്പോൾ ആ വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല റീച്ചും ആയിരുന്നു. ഞാൻ വേണേൽ ആ വീഡിയോ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ, ജസ്റ്റ് ഇൻ കേസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ കണ്ടോ. ഓക്കെ ഓക്കെ സോ ആ വീഡിയോയ്ക്ക് ഒരുപാട് റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ കമൻറ്റ് വന്നു, ഇതെങ്ങനെയാണ് കുത്തിയേ, എങ്ങനെയാണ്, എന്തൊക്കെയാണ്. പിന്നെ കുറേ പേര് പറഞ്ഞു ഈ മുക്കുത്ത് കുത്തിയെടുത്തവർക്ക് പഴുക്കുന്നുണ്ടെന്ന്. സോ അതിൻ്റെ ഒരു റെമഡിയോ അല്ലെങ്കിൽ എന്താ ചെയ്താൽ എങ്ങനെ മാറും. ഇവൻ എനിക്കും അങ്ങനെ കുരു വന്നിട്ടുണ്ടായിരുന്നു, പഴുക്കുകയും ചെയ്തു. ഞാൻ അണയ്ക്കുന്നുണ്ടല്ലേ ഭയങ്കരമായിട്ട്. ഓക്കെ ഓക്കെ സോ അപ്പോൾ അതിൻ്റെ ഒരു റെമഡി എന്തുമായിരുന്നു, ഞാൻ എന്താ ചെയ്തേ, എങ്ങനെയാണ് അതിപ്പോൾ ശരിയായത്. ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല, ഒരു ഇടി എന്താണോ ചെയ്യാം. ഓക്കെ സോ അപ്പോൾ ഞാൻ ഒരുപാട് ഓക്കെ പറയുന്നുണ്ടല്ലേ. ഞാൻ അത് എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരുപാട് ഓക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഞാൻ അത് എങ്ങനെ ചെയ്തെന്നും എന്താണ് ചെയ്തെന്നും എങ്ങനെയൊക്കെയാണെന്നുള്ളതും ഞാനിത് പഴുക്കുന്നത് മാറ്റിയതും ഒക്കെ കുഞ്ഞൊരു വീഡിയോ ആണ്. കുഞ്ഞായിരിക്കും, ഒത്തിരിയും ലോങ് ആവില്ല. സോ ഞാൻ കുത്തിയത് എന്ന് വെച്ചാൽ ഷൂട്ടിംഗ് ഒന്നും അല്ല. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും, കുത്തുമാണ് ചെയ്തത്. അങ്ങനെ ഒരു ജ്വല്ലറി പോയി, അതായത് കൊല്ലത്തായിരുന്നു കുത്തിയത്. ആൻഡ് ജോസ്കോ ജ്വല്ലറി പോയാണ് കുത്തിയത്. കുത്തിയപ്പം തട്ടാനാണ് കുത്തിയത്. അതിങ്ങനെ കുത്തി അങ്ങ് ഇറക്കി. ഐ മീൻ ഇറ്റ് വാസ് സോ പെയിൻഫുൾ, നോ ഡൗട്ട്, ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. ഓക്കെ സോ നിങ്ങൾക്ക് കുത്താൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ വീഡിയോയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നല്ല പെയിൻഫുൾ എന്ന് വെച്ചാൽ അത്യാവശ്യം എനിക്ക് കുഞ്ഞ് സൂചി കുത്തിയാൽ വരെ എനിക്ക് ഭയങ്കര പേടിയാണ്. സോ ഞാനാണ് പോയി കുത്തിയത്. ഓക്കെ അപ്പോൾ കുത്താൻ ആഗ്രഹമുള്ളവർക്കൊക്കെ എന്തായാലും നോ ഡൗട്ട് ഒരു കുഴപ്പമില്ല, പോയി കുത്തിക്കോ. അപ്പോൾ കുത്തി ഇറക്കുക ചെയ്തത്, തട്ടാനാണ് കുത്തിയത്. അത്യാവശ്യം നല്ല പെയിൻഫുള്ളാണ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇവൻ ബോയ്സിനും കുത്താം, ഗേൾസിനും കുത്താം, ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ. ആർക്ക് വേണം നോസ് പിൻ, അത് ആർക്ക് വേണം, ഇയറിങ് ആർക്ക് വേണം. ഇതിൽ ഇങ്ങനെ കാറ്റഗറി മാത്രമേ കുത്താളൊന്നുമില്ല. സോ എനിക്ക് ബോയ്സിൻ്റെ കുറച്ച് കമൻസ് ഉണ്ടായിരുന്നു, നമുക്ക് കുത്താൻ പറ്റുമോ, ഏത് സൈഡാണ് കുത്തുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്കും അറിയത്തില്ലായിരുന്നു പ്രോപ്പർലി ഏത് സൈഡാണ് കുത്തുന്നതെന്ന്. പക്ഷേ ഞാൻ ചോദിച്ചപ്പോൾ അത് തട്ടാൻ പറഞ്ഞു, ഏത് സൈഡ് കുത്താം, അത് അപ് ടു യു ആണ്. പിന്നെ കോമൺലി ഗേൾസ് ലെഫ്റ്റ് സൈഡാണ് കുത്തുന്നത്. ഓക്കെ ലെഫ്റ്റ് സൈഡ് കേട്ടോ, കഴിക്കുന്ന കൈയല്ലേ ഞാൻ കഴിക്കുന്നത്. ഓക്കെ ലെഫ്റ്റ് സൈഡാണ് ഗേൾസ് കുത്തുന്നത്. പിന്നെ ചിലർ രണ്ട് സൈഡ് കുത്തുന്നവരുണ്ട്. ചിലവരൊക്കെ പിന്നെ ഇങ്ങനെ എനിക്ക് റൈറ്റ് സൈഡ് കുത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞു വരുന്നവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ ട്രഡീഷണൽ ഫ്ലോ അനുസരിച്ച് പണ്ട് തൊട്ടേ കുത്തി വരുന്നതനുസരിച്ച് ഞാൻ ലെഫ്റ്റ് സൈഡാണ് എല്ലാവരും കുത്തുന്നവർക്ക് ലെഫ്റ്റ് സൈഡ്. എനിക്ക് അടുത്ത് ഇവിടെ കുത്തണമെന്നില്ല കേട്ടോ. സ്പെക്റ്റം വേറെ എന്താണല്ലോ, അത് സ്പെക്ട്രമാണ്, അത് ഫിസിക്സ് പഠിച്ച സാധനമാണ്. ഓക്കെ അപ്പോൾ അത് കുത്തണമെന്നില്ല കേട്ടോ. അത് ഞാൻ സൂൺ പക്ഷെ എനിക്ക് ചേരുമല്ലോ എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ചേരുമെന്ന് എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. ഓക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ, സോ ദാറ്റ് എനിക്കൊരു കോൺഫിഡൻസോ അല്ലെങ്കിൽ എനിക്ക് ഓക്കെ സോ എനിക്ക് ചേരുമായിരിക്കും എന്നൊരു വിശ്വാസം വരുമല്ലോ. അങ്ങനെ എനിക്ക് കുത്താമ ഉണ്ടായത് കൊണ്ട് ജസ്റ്റ് കമൻറ്റ് ബിലോ. അങ്ങനെ അവരിങ്ങനെ കുത്തി അങ്ങ് നമുക്ക് കയറ്റി. എനിക്കധികം ചോര വന്നില്ല, കാര്യം ഹി വാസ് എ പ്രൊഫഷണൽ. ഭയങ്കര ഇതായിട്ട് ചെയ്തുകൊണ്ട് എനിക്കത് ചോര ഒന്നും വന്നില്ല. ചെറുതായിട്ട് ഇങ്ങനെ ഒരു കുത്തി പെട്ടെന്ന് തന്നെ പഞ്ഞി വെച്ചു, അത് ഓക്കെ ആയി. അവിടെ വെച്ച് തന്നെ എനിക്ക് നേരെ ഈ ഒരു നോസ് പിന്നാണ് കുത്തി ഇട്ട് തന്നത്. ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല വേദനയാണ് കേട്ടോ. എന്നുവെച്ചാൽ ഇപ്പം സ്ക്രൂ ആണ്, സോ സ്ക്രൂ ഒക്കെ ഇട്ടുന്നപ്പോൾ നല്ല വേദനയായിരുന്നു. എന്നാലും ആഗ്രഹത്തിൻ്റെ പുറത്തായതുകൊണ്ട് ഞാൻ വേദന കടിച്ചു പിടിച്ചു. ഓക്കെ അങ്ങനെ കുത്തി. അപ്പോൾ എനിക്ക് അന്നത്തെ ദിവസം ഭയങ്കര കുത്തിയോ ഭയങ്കര സന്തോഷം, ഭയങ്കര എന്തൊക്കെയോ. ഞാൻ മുന്നേ ഈ കുത്താൻ ആഗ്രഹത്തിൽ വെച്ചിട്ട് സ്കൂളിലൊക്കെ വെച്ചിട്ട് പൊട്ട് ഇങ്ങനെ വെക്കുകയും പിന്നെ ഇങ്ങനെ കയറ്റി വെക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുത്തുന്ന കണക്ക്. പക്ഷേ പണ്ട് ഞാൻ ഈ സൈഡ് വെച്ചെന്ന് തോന്നുട്ടോ. എനിക്കതേ സൗകര്യം അനുസരിച്ച്. ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ വെക്കുകയും എനിക്ക് എന്തോ ഭയങ്കര നോസ്മെൽ ഭയങ്കര ക്രേസ്, ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ കുത്തി. ഞാനിങ്ങനെ ഫ്രണ്ട്സിനൊക്കെ ഫോട്ടോ ഒക്കെ വെച്ചപ്പോൾ അവർക്ക് പറഞ്ഞു നല്ലതായിട്ടുണ്ട് പറഞ്ഞപ്പോഴത്തേക്ക് ആശ്വാസം. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും ആശ്വാസമായിരുന്നു. ആൻഡ് നമ്മുടെ ആഗ്രഹം എല്ലാം ഡിഫറെൻ്റ് ആണ്. സോ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്, പോയി കുത്ത്.
പോയി ചെയ്യും. നോ മാറ്റർ വാട്ട് ഹാപ്പൻസ് നിങ്ങളുടെ സന്തോഷമാണ് ലാസ്റ്റ്ലി വേണ്ടത്. അങ്ങനെ ഞാൻ കുത്തിയത്. ആൻഡ് പഴുക്കുന്ന കേസ് വന്നപ്പോൾ അപ്പം ഫസ്റ്റ് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഉറങ്ങുമ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് ഓർക്കാതെ കിടക്കുമ്പോൾ നല്ല പെയിനാണ്. ട്രസ്റ്റ് മീ, കുത്തുന്നതനുസരിച്ച് അത്ര തന്നെ വേദന ഉണ്ടായിരിക്കും. പിന്നെ കണക്ക് തന്നെ മുഖം കഴുകുമ്പോഴും മൂക്ക് ചുറ്റുമ്പോഴൊക്കെ ആദ്യത്തെ ഒരാഴ്ച നല്ല വേദന ആയിരിക്കും. ഐ മീൻ ഉണങ്ങുന്നവരെ നല്ല വേദന, നല്ല വേദന. ഓക്കെ, ഇടയ്ക്ക് ഇങ്ങനെ ചോര വരയ്ക്കുകയും ചെയ്യും. എനിക്ക് വേറൊരു ഇൻസിഡൻറ്റ് പറയാനുണ്ട് കേട്ടോ ഇതിലൂടെ. നോസ്മിൻ ഇൻസിഡൻ്റ് ആണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പം കുളിക്കുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ മുഖം തുടക്കത്തില്ലേ, അപ്പോൾ ഉടക്കും. പിന്നെ വേറൊരു കേട്ടോ, അല്ല ഓർത്തൊത്താ പറയുന്നത്. അങ്ങനെ ഉടക്കുകയും അങ്ങനെ പിന്നെ പെട്ടെന്ന് ഓർക്കാതെ നമ്മളിങ്ങനെ മൂക്ക് തുറക്കുമ്പോൾ അയ്യോ മൂക്കുത്തി എന്നൊക്കെ ഒരു ഫീലിംഗ് വരും, ഒരവസ്ഥ വരും. കുത്തിക്കഴിയുമ്പോൾ മനസ്സിലാവും. പിന്നെന്താ, അങ്ങനെ പഴുക്കുന്ന കാര്യം. സോ പഴുക്കുന്ന കാര്യത്തിൽ ഞാൻ അങ്ങനെ ഡോക്ടേഴ്സ് അടുത്തൊന്നും പോയില്ല. പക്ഷെ എനിക്ക് പിമ്പിൾ വന്നപ്പോൾ ഇത് നോസ് പിൻ എനിക്ക് ഇങ്ങനെ പഴുത്തതെന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് തന്നെ വലിയൊരു പിമ്പിൾ പോലെ ഇങ്ങനെ വന്നതാണ്. ഇങ്ങനെ ഭയങ്കര പസ്സൊക്കെ ആയിട്ടുള്ള വലിയ പിമ്പിൾ വന്നപ്പോഴാണ് ഓക്കെ പഴുക്കുന്നുണ്ട്. പിന്നെ അത് ഉണങ്ങുന്നൊന്നുമില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ തിരിച്ചു കൊടുക്കുമായിരുന്നു, ഇങ്ങനെ കറക്കത്തില്ലേ. അപ്പോൾ ഇങ്ങനെ അവർ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എയർ കയറാൻ വേണ്ടി അതൊക്കെ അമ്മ പറഞ്ഞു കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഉണങ്ങും, ഇങ്ങനെ സീനാകത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഇങ്ങനെ പഴുത്തപ്പോൾ എനിക്ക് വലിയ പിമ്പിൾ പോലെ വന്നു. അപ്പോൾ എനിക്ക് കുഞ്ഞിലെ മീൻസ് 9th ഒരു സ്കൂൾ ടൈം പിമ്പിൾ വന്നപ്പം ഞാനൊരു മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, ഫേസ്ലിൻ. ഓക്കെ, FACELIN, ഫേസ്ലിൻ. ആ മരുന്ന് ഇട്ടപ്പോൾ എൻ്റെ പിമ്പിൾസൊക്കെ നല്ല കംപ്ലീറ്റ്ലി. ഇപ്പോൾ ബോണസായിട്ട് പിമ്പിൾസ് ഉള്ളവർ ആ ഒരു മരുന്ന് ഉപയോഗിച്ചാൽ മതി, നിങ്ങളുടെ പിമ്പിൾസ് എല്ലാം സൂപ്പറായിട്ട് പോകും. അതുമാത്രമല്ല അതിൻ്റെ കൂടെ ഡാർക്ക് സ്പോട്ട്സും റെഡ്യൂസ് ആവും. ഡോക്ടറിനെ കണ്ടിട്ട് വേണം റെക്കമെൻഡ് ചോദിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നതനുസരിച്ച് എല്ലാ സ്കില്ലും വർക്ക് ആവണമെന്നില്ല, പക്ഷെ എനിക്ക് നല്ല രീതിയിൽ വർക്ക് ആവും. ഓക്കെ, സോ ആ ഒരു മരുന്ന് ഞാൻ അതിലിട്ടു. അടിപൊളിയായിരുന്നു. എന്നുവെച്ചാൽ ഒരു 2-3 days ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഈ പിമ്പിളങ്ങ് പോയി, ആ പഴുത്തതങ്ങ് പോയി. പെട്ടെന്ന് പിന്നെ ഉണങ്ങുകയും ചെയ്തു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഒരു മരുന്ന് നൈറ്റ് ടൈം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ഞാൻ ആ മരുന്നിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുത്തേക്കാം. ഞാൻ വല്ലാണ്ട് അണയ്ക്കുന്നു, ഭയങ്കര ബ്രീത്ത് എത്തിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. പിന്നെ വേറെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിപ്പം സ്കിൻ കെയർ ഉപയോഗിക്കുന്ന ആൾക്കാർക്കുള്ളൊരു കാര്യമാണ്, ഒരു പ്രശ്നം വരുന്നതാണ്. പ്രോഡക്റ്റ്സ് ഉപയോഗിക്കത്തില്ലേ, ഓരോ മേക്കപ്പ് ആയാലും അല്ലെങ്കിൽ സ്കിൻ കെയർ ആയാലും, അങ്ങനെ ഓരോ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുമ്പം നമ്മൾ കംപ്ലീറ്റ് ഫേസിലാണ് ഇടുന്നത്, ഇൻക്ലൂഡിങ് നോസ്. സോ നോസ് പിൻ ഉള്ളവർക്ക് ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ നോസ് പിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ഭാഗത്തൊക്കെ അതറിയാതെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ അത് പിമ്പിൾ വരാൻ ചാൻസ് ഉണ്ട്. സോ മിക്കവാറുമൊക്കെ എനിക്ക് ആ ഒരു ടൈമിൽ എന്ന് വെച്ചാൽ പഴുത്തതൊക്കെ ഉണങ്ങി അത് കംപ്ലീറ്റ്ലി സെറ്റായി. പക്ഷേ ഈ പ്രോഡക്റ്റ്സ് ഇരുന്നിട്ടാന്ന് തോന്നുന്നു, നല്ലപോലെ വാഷ് ചെയ്ത് ക്ലെൻസ് ചെയ്ത കുഴപ്പമില്ല. പക്ഷേ ഞാൻ അറിഞ്ഞില്ല എന്തോ റീസൺ കാരണം എനിക്ക് എൻ്റെ നോസ് പിൻ്റെ അടുത്ത് അത് ഇരുന്ന് മേക്കപ്പിൻ്റെ ഡേർട്ടൊക്കെ ഇരുന്ന് എനിക്ക് സൈഡിൽ പിന്നെ ഒരു കുരു വന്നു. സോ സെയിം തിങ് ഞാൻ പിന്നെയും ആ ഫേസിൽ യൂസ് ചെയ്തിട്ടാണ് പോയത്. അപ്പം മേക്കപ്പോ അല്ലെങ്കിൽ സ്കിൻ കെയർ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യുക, ഡബിൾ ക്ലെൻസ് അങ്ങനെ എല്ലാം ചെയ്യുക. അപ്പം തന്നെ കുഴപ്പമില്ല. ഓക്കെ, പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വേറെ അടുത്ത ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഹോസ്റ്റലായിരുന്നു കേട്ടോ. ഹോസ്റ്റലിൽ വെച്ചിട്ട് ഞാനിങ്ങനെ ഫേസ് കഴുകിക്കൊണ്ടിരിക്കുക. സോ ഞാനിങ്ങനെ എൻ്റെ കുഞ്ഞു നോസ്പിൻ കേട്ടോ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, വളരെ ചെറിയൊരു ഡയമണ്ടാണ്. ഓക്കെ, അങ്ങനെ അപ്പം ഞാൻ മുഖം കഴുകിക്കൊണ്ട് പെട്ടെന്ന് ധൃതിയിൽ കേട്ടോ മുഖം കഴുകി ഇങ്ങനെ വലിച്ച് മൂക്ക് ചീറ്റിയപ്പോഴത്തേക്ക് എൻ്റെ ഈ നോസ്പിൻ ഇതുവഴി ഇങ്ങനെ ഇറങ്ങി വന്നു. ഞാനിങ്ങനെ എൻ്റെ പൊന്നോ എന്നുവെച്ചാൽ കംപ്ലീറ്റ്ലി ഇറങ്ങി കൈ കിട്ടിയില്ല, പൂർണ്ണമായി പോയി എന്നുവെച്ചാൽ അകത്തേക്ക് അങ്ങ് പോയി. അത് അറ്റത്തെങ്ങാണ്ട് ഇരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു ഒരു ഐഡിയ ഇല്ലാതെ ഞാനത് തിരിച്ചിങ്ങനെ കുത്തി പുറത്തെടുക്കേണ്ടി വന്നു. ഊരാൻ നിന്നില്ല,
ഇങ്ങനെ തന്നെ ഇവിടുന്ന് താഴെ പുഷ് ചെയ്തിട്ട് പുറത്ത് കൊണ്ടുവന്നു. അങ്ങനെയാണ് അത് സെറ്റാക്കിയത്. അതൊരു കാര്യം. ആൻഡ് പിന്നെന്താ, പിന്നെ നോസ്പിൻ്റെ കാര്യം ഒരുപാട് പേര് എനിക്ക് കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വന്തമായി പൊക്കുവാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഓക്കെ, ട്രസ്റ്റ് മീ ഗൈസ്. നിങ്ങൾ ആ ഒരു ഭയങ്കര അതിയായ ആഗ്രഹമായിട്ട് എനിക്ക് കുത്തുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ചേരുന്നതായിരിക്കും നിങ്ങൾക്ക് അതിയായ ആഗ്രഹമായിട്ട് വരുന്നത്. സോ നിങ്ങൾ പോയി കുത്തിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. ഇപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു ബ്യൂട്ടി വ്ളോഗ് എന്ന രീതി. കുറച്ച് നാളായിട്ട് ട്രാവൽ വ്ളോഗും അങ്ങനെയൊക്കെയാണ് എൻ്റെ കോണ്ടൻസ് വരുന്നത്. ബ്യൂട്ടി വീഡിയോ വ്ളോഗല്ല, ബ്യൂട്ടി ടൈപ്പ് ഓഫ് വീഡിയോ ഞാൻ കുറച്ച് നാൾക്ക് ശേഷം ഇപ്പോഴാണ് ഇടുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണ്ട് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എനിക്കറിയാമല്ലോ എന്ത് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.